ഹലോ. അപ്പം നമ്മുടെ പൊങ്കാല വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് 2025 മാർച്ച് 13 ആറ്റുകാൽ പൊങ്കാലയാണ്. ഇത് നമ്മുടെ തലേ ദിവസത്തെ കുറച്ച് പ്രിപ്പറേഷൻസിൻ്റെ വീഡിയോസാണ് കേട്ടോ. അതായത് നമ്മൾ പൊങ്കാലയുടെ തലേ ദിവസം എല്ലാം ഒരുക്കി റെഡിയാക്കിയൊക്കെ വെക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ലൈവ് സൗണ്ട് കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം അത് നിങ്ങൾക്കത് എത്രത്തോളം ഓക്കെ ആവുമെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അപ്പം ഇതിനകത്ത് കുറച്ച് ലൈവ്, എപ്പോഴും എൻ്റെ സൗണ്ട് മാത്രം കേട്ടാൽ പോരല്ലോ, കുറച്ച് ലൈവ് സൗണ്ട് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ശർക്കരയാണേ. അപ്പോൾ ശർക്കര നമ്മൾ പൊടിച്ചു കൊണ്ടുപോകാനാണ് വിചാരിക്കുന്നത്. അപ്പം നമ്മൾ സാധാരണ പായസത്തിന് ശർക്കര പൊടിച്ചിട്ട് കൊണ്ടുപോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നമ്മൾ ചീകിയൊക്കെ കൊണ്ടുപോയാൽ കുറേ കൂടി വെള്ളമായി പോകും. ഈ ശർക്കര നമ്മൾ പായസത്തിൻ്റെ കൂടെ കിടന്ന് ഉരുകി വരും. അപ്പോൾ അത് കാരണം കുറച്ചൊന്ന് പൊടിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ എളുപ്പമാണ്. ചീകിയൊക്കെ എടുക്കുന്നത് നമ്മൾ തെരളിക്കും മണ്ടപ്പുറ്റിനും ഒക്കെ വേണ്ടിയിട്ടാണ് ചീകി എടുക്കുന്നത്. ഇതിങ്ങനെ പൊടിച്ച് കൊണ്ടുപോയാൽ മതി. നമ്മൾ ഇലയും കലവും ഒക്കെ ഒന്ന് കഴുകിയെടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ കലവും തവിയും ഇലയും ഒക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് കൊണ്ടുവരാം കേട്ടോ. വീടിൻ്റെ വെളിയിലിറങ്ങി കഴുകിയൊക്കെ എടുക്കുന്നത് വീടിന് വെളിയിലിറങ്ങിയിട്ടാണ് കേട്ടോ. അത് രാത്രി ഏകദേശം 11 മണിയോളം ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് പുറത്തിറങ്ങാൻ ഒരു ചെറിയ പേടിയുള്ള ആളാണ് ഞാൻ. ചേട്ടനൊക്കെ കിടന്നു ശരിക്കും പറഞ്ഞ ആ സമയത്ത്. അപ്പോൾ ഇല്ലെന്നുണ്ടെങ്കിൽ ചേട്ടൻ ഇറങ്ങി വന്നേനെ കൂടെ. ഇതിപ്പോൾ ഞാനിങ്ങനെ ചെയ്യുന്നുണ്ടെന്നൊന്നും ആളറിഞ്ഞിട്ടില്ല, അതാണ് കാര്യം. അപ്പോൾ അതുകൊണ്ട് എനിക്കിങ്ങനെ ചുറ്റുമൊക്കെ നോക്കിയിട്ടൊക്കെ നിൽക്കുകയാണ്. ഇരുട്ടത്തായതുകൊണ്ട് ലൈറ്റൊക്കെ ഉണ്ട്, എന്നാലും എൻ്റെ ക്യൂട്ടി മോളുണ്ട്. എൻ്റെ പട്ടിക്കൊച്ചാണ് കേട്ടോ ക്യൂട്ടിമോള്. അപ്പോൾ അവളുണ്ട്, എന്നാലും ഒരു ധൈര്യത്തിന് ഇങ്ങനെ ചുറ്റുമൊക്കെ നോക്കിയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. പേടി നമ്മുടെ ഉള്ളിലല്ലേ. അങ്ങനെ ഇലയാണ് കേട്ടോ, ഇല കഴുകിയെടുക്കണേ. പക്ഷേ ഇല കുറച്ച് വലുതായിപ്പോയെന്ന് എനിക്ക് പിന്നെ തോന്നി. അങ്ങനെ ഞാനത് ചെറുതാക്കി കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കട്ട് ചെയ്തിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത്. നമ്മുടെ പറമ്പിൽ വാഴയില്ലാത്തത് കൊണ്ട് വല്ലവരുടെയും പറമ്പിൽ നിന്നും വെട്ടിയ ഇലയാണ്. കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നാളെ പോയി പൊങ്കാല ഇട്ടാൽ മാത്രം മതി. ബാക്കിയെല്ലാം കഴിഞ്ഞു. നാളെ ഇടാൻ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെച്ചു. ഞാനൊരു ടോപ്പാണ് ഇടുന്നത്. സാരിയൊക്കെ കൊടുത്ത് ഭയങ്കര പാടാണ് പോയിരുന്നു പൊങ്കാല ഇടാന്ന് വെച്ചാൽ, നല്ല പാടാണ്. അതുകൊണ്ട് ഞാൻ വെച്ചൊരു ടോപ്പ് ഇടാമെന്ന് വിചാരിച്ചു. ഇപ്പോഴത്തെ ചൂടും മഴയുണ്ട് കേട്ടോ, ഇന്നും മഴയൊക്കെ ഉണ്ടായിരുന്നു. നാളെ ഇനി എന്താവുമെന്ന് അറിഞ്ഞൂടാ. എന്നാലും എല്ലാം നന്നായിട്ട് നടക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം രാവിലെ ഒരു 6 മണിയാകുമ്പോഴത്തേക്കിന് എഴുന്നേറ്റ് പോകാമെന്ന് വിചാരിച്ച് പോയി കിടന്നുറങ്ങാൻ പോകുന്നു. ഓക്കെ. അപ്പോൾ പൊങ്കാല ദിവസമാണ്. രാവിലെ എണീറ്റ് കുളിച്ചു റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങളോട് ചെയ്യാനുണ്ട്. എല്ലാവർക്കും ഒന്ന് എടുത്ത് വെക്കണം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് തേങ്ങ തിരികെ കൊണ്ട് പോകണം. അപ്പോൾ അത് കുളിച്ചതിന് ശേഷം രാവിലെയാണ് എല്ലാ പ്രാവശ്യവും തിരികെ എടുക്കുന്നത്. പിന്നെ എനിക്ക് ചില സമയത്ത് ഒരു ഓർമ്മ പശ കൊണ്ട് കേട്ടോ. ഞാൻ വീഡിയോ നമ്മൾ സാധാരണ ലാൻഡ്സ്കേപ്പ് മോഡിൽ എടുക്കേണ്ട വീഡിയോ ഞാൻ പോർട്രേറ്റ് മോഡിലെടുക്കും. എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അത് അപ്ലോഡ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത്, ഈശ്വര ഞാൻ ഇങ്ങനെയാണല്ലോ എടുത്ത് വെച്ചിരിക്കണതെന്ന്. അപ്പോൾ അതാണിപ്പോൾ നിങ്ങൾ ഇങ്ങനെ കാണുന്നത് കേട്ടോ. എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ആ ക്ലിപ്പിങ്സ് ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാനത് അവോയ്ഡ് ചെയ്തേനെയായിരുന്നു. പക്ഷേ അത് ചില സമയത്ത് എനിക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. ഞാനത് ലാൻഡ്സ്കേപ്പിൽ എടുക്കേണ്ടത് പോർട്രേറ്റിൽ എടുത്ത് വയ്ക്കാറുണ്ട്. തേങ്ങ തിരുകാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഹൈറ്റ് പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ അവിടെ ഒരു സ്റ്റൂള് പോലെ ഇട്ടിട്ടുണ്ട്. എന്നാലും എനിക്ക് അവിടെ നിന്നിട്ട് തേങ്ങ കറക്റ്റായിട്ട് തിരുകി എടുക്കാൻ പറ്റുള്ളൂ. വേറെ എവിടെയും അത് വെക്കാനുള്ളൊരു സ്പേസ് നമുക്ക് ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത് എവിടെയാണ് വെച്ചിരിക്കുന്നത്. അപ്പം തേങ്ങ തിരുകുന്നത് പൊതുവേ എനിക്ക് മടിയുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇതൊരു നല്ല കാര്യത്തിനായതുകൊണ്ട് തന്നെ ഞാൻ സ്വന്തമായിട്ട് തന്നെ ചെയ്തു. അല്ലെങ്കിൽ ചേട്ടനെ ആശ്രയിക്കേണ്ടി വന്നേനെ. പക്ഷേ ഇത് ഞാൻ സ്വന്തമായിട്ട് ചെയ്തു കേട്ടോ.
അത് കഴിഞ്ഞിട്ട് ദാണ്ട് എല്ലാം എടുത്ത് വെക്കുകയാണ്. എടുത്ത് വെക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഓർമ്മ പിശക് ഇച്ചിരി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ 10 വട്ടം നോക്കും ഒരു കാര്യം ചെയ്ത് വെച്ചോ എടുത്ത് വെച്ചിട്ടുണ്ടോ മറന്നുപോയോ എന്നൊക്കെ ഉള്ളത്. അതുപോലെ ചേട്ടനും പറയും, ഒന്നുകൂടെ ചോദിക്കും, നീ അതെടുത്ത് വെച്ചായിരുന്നോ, ഞാൻ വീണ്ടും പോയിട്ട് വരേണ്ടി വരുമോ എന്നൊക്കെ ചോദിക്കും. അതുകൊണ്ട് എല്ലാം ഒന്നുകൂടെ റീചെക്കൊക്കെ ചെയ്ത് എല്ലാം എടുത്ത് ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. എടുത്ത് ബിഗ് ഷോപ്പറിൽ വെച്ചാൽ മാത്രം മതി. അത് കഴിഞ്ഞിട്ട് പോവാം, അത്രയേ ഉള്ളൂ. പിന്നെ ഒന്ന് റെഡി ആവണം, അത്രയേ ഉള്ളൂ. രാവിലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. റെഡി ആയിട്ട് ഇറങ്ങാൻ പോവാണ്. ഇപ്പോൾ ഏകദേശം 5:45 6 മണിയോളം ആവാറായിട്ടുണ്ട്. നമുക്ക് ആ സമയത്ത് പോയാൽ മതി, അപ്പോഴത്തേക്കിന് പോയാൽ മതിയായിരുന്നു. അപ്പം നമ്മുടെ വീടിൻ്റെ, ഞാൻ പറഞ്ഞില്ലേ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഇടുന്നത്. ഒരു 2-3 കിലോമീറ്റർ അത്രയേ ഉള്ളൂ. അപ്പോൾ അവിടേക്ക് എത്തിയിട്ട് നമ്മൾ തലേ ദിവസം 2 ദിവസം മുന്നേ തന്നെ പോയിട്ട് അടുപ്പൊക്കെ അവിടെ പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. കാര്യം ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ 2 പേരോടെ ഉണ്ട്. അവർ നെയ്ബേഴ്സാണ്. അപ്പോൾ അവരും ഇടുന്നുണ്ട് പൊങ്കാല. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുറച്ചധികം പൊങ്കാലയുണ്ട്. 51 കലത്തിലാണ് അവർ നേർച്ച പോലെ പൊങ്കാല ഇടുന്നത്. അപ്പോൾ അത്രയും കലം പൊങ്കാല ഇടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടുപ്പ് കുറച്ചധികം വേണം. അപ്പോൾ അതിനുള്ള സ്പേസ് നേരത്തെ പോയിട്ട് അവിടെ ബുക്കാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളവിടെ കാണൂലെന്നാണ് വിചാരിച്ചത്. സാധാരണ നമ്മൾ പൊങ്കാല ബുക്ക് ചെയ്തിട്ടൊക്കെ ഇട്ടിട്ടൊക്കെ പോകും. പക്ഷേ വരുമ്പോഴത്തേക്കിന് ആരെങ്കിലുമൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ടാവും ആ സ്ഥലമൊക്കെ. അപ്പം പിന്നെ നമുക്ക് പൊങ്കാല ദിവസം വഴക്കുണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് പലരും ഒന്നും പറയത്തില്ല. എങ്കിലും നമുക്ക് ഇത്രയും അടുപ്പിൽ പൊങ്കാല ഉള്ളതുകൊണ്ട് അത് അങ്ങനെ ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ പിടിച്ചിട്ടിരിക്കുകയായിരുന്നു. അവിടെ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ബുക്കിംഗ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എങ്കിലും റോഡിൽ നമ്മളങ്ങനെ കട്ടയൊക്കെ വെച്ച് കെട്ടിയിട്ട് അങ്ങനെ സ്ഥലം പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും അത് ചെന്നപ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് വലിയ കാര്യമായി. അപ്പം ഇത്രയും കരത്തിലൊക്കെ ഇടുന്നതല്ലേ, അപ്പം നമുക്കത് പ്രോപ്പറായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അതങ്ങനെ ആവശ്യമായിരുന്നു. പിന്നെ നമ്മൾ അവിടെ ചെന്നിട്ട് അവർ ശർക്കര ഒക്കെ ചീകി എടുക്കുകയാണ് കേട്ടോ. തെരളിക്ക്, മണ്ടപ്പൊറ്റിന്, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ശർക്കര ചിരകി എടുക്കുകയാണ്. ഞാൻ പായസം മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ അവർ അത് ബാക്കിയെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള പ്രിപ്പറേഷൻസാണ് ഇതൊക്കെ. നമ്മൾ സാധാരണ അവിടെ തന്നെ ചെന്നിട്ടാണ് എല്ലാം ചെയ്ത് എടുക്കുന്നത്. കാര്യം അതിനുള്ളൊരു സമയമുണ്ട്. പിന്നെ അതങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. നമ്മൾ വീട്ടിൽ നിന്ന് ഒന്നും ചെയ്തിട്ട് കൊണ്ട് പോകില്ല. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ട് പോകുള്ളൂ. പിന്നെ ഞാനിത് ഇതുവരെ ഒറ്റയ്ക്ക് ചെയ്തിട്ടില്ല കേട്ടോ. എനിക്കിത് വലിയ പിടുത്തമില്ല, ഇതെങ്ങനെ ഇതിൻ്റെ ഒരു പരുവവും കാര്യങ്ങളെന്നൊക്കെ ഒന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്ത് എനിക്ക് ശീലമില്ല. എപ്പോഴെങ്കിലുമൊക്കെ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കുമ്പോൾ ശരിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുവരെയും ചെയ്തിട്ടില്ല. നോക്കട്ടെ, അടുത്ത പ്രാവശ്യം പറ്റിയാൽ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ കലമൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. എല്ലാം കലമൊക്കെ എടുത്ത് പറക്കി വെച്ചു. കാര്യം വെള്ളമൊക്കെ നിറച്ച് വെക്കണം കലത്തിനകത്ത്. അപ്പം നമുക്ക് അവിടെ തന്നെ എല്ലാ സാധനങ്ങളും അവിടെ തന്നെ കിട്ടും. നമുക്കൊന്നും ദൂരോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. എല്ലാ ഐറ്റംസും അവിടെ തന്നെ ഉണ്ട്. വെള്ളമാണെങ്കിലും ഫുഡാണെങ്കിലും ബാക്കിയുള്ള എന്തെങ്കിലും ആവശ്യങ്ങളുള്ള സാധനങ്ങളാണെങ്കിലും എല്ലാം അവിടെ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ദൂരോട്ട് മാറിപ്പോയി ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല. അപ്പോൾ എല്ലാമൊക്കെ എടുത്ത് റെഡിയാക്കിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് ഈ വീഡിയോ എടുത്തിരുന്ന ചേട്ടനാണ് കേട്ടോ. ചേട്ടൻ രാവിലെ ഞങ്ങളെ കൊണ്ടാക്കിയിട്ട് തിരിച്ച് പോയിട്ടുണ്ടായിരുന്നു വീട്ടിൽ. പോയിട്ട് പിന്നെ എനിക്ക് വീഡിയോ എടുത്ത് തരാൻ വേണ്ടിയിട്ട് വീണ്ടും വന്നതാണ്. കാര്യം ഇല്ലെന്നുണ്ടെങ്കിൽ ഞാനിത് പൊങ്കാല ഇടലും വീഡിയോ എടുക്കലും എല്ലാം കൂടെ ഒന്നും എന്നെക്കൊണ്ട് നടക്കില്ല എന്നുള്ളത് ചേട്ടനും അറിയാം, എനിക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുട്ടികൾ അവിടെ അവരുടെ മോനുണ്ടായിരുന്നു, നമ്മുടെ കൂടെ വന്നവരുടെ മോനുണ്ടായിരുന്നു. അപ്പോൾ അവനെയൊന്നും പിള്ളേരെയൊന്നും ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. കാര്യം വേറെ ഒന്നുമല്ല, കുട്ടികളല്ലേ, അവർ പല കാര്യങ്ങളായിട്ട് എൻഗേജ്ഡായിട്ട് നടക്കുന്ന ഒരു പ്രായമല്ലേ. അപ്പോൾ അവരെ ഏൽപ്പിച്ച് ചിലപ്പം അത് നമ്മൾ ഉദ്ദേശിച്ചൊരു രീതിക്ക് ചിലപ്പോൾ കിട്ടത്തില്ല. അപ്പം കൊച്ചുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചേട്ടൻ എന്തായാലും ഉണ്ടല്ലോ, അപ്പം നമുക്ക് നിന്ന് എടുത്തു തരാൻ പറ്റിയാൽ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. പൊങ്കാല തുടങ്ങി തിളച്ച് പൊങ്കാല വാങ്ങുന്നവരെയും ചേട്ടൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കര ചൂടല്ലേ, അപ്പോൾ അവിടെ നിൽക്കുന്നത് അതായത് നമുക്ക് ആ ഒരു പൊങ്കാല കഴിഞ്ഞിട്ട് പിന്നെയും ഉണ്ടല്ലോ, ബാക്കി ഒരുപാട് പൊങ്കാല ഇടാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അവിടെ നിൽക്കുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അപ്പം ഞാൻ അതിനെ പോയിക്കൊള്ളാൻ പറഞ്ഞു. കാര്യം ജോലിക്കൊക്കെ പോകേണ്ടതല്ലേ, ഓഫീസിലൊക്കെ പോകേണ്ടതാണ്. അപ്പം ചൂടൊക്കെ അടിച്ചിട്ട് തലവേദനയൊക്കെ, എന്നെപ്പോലെ തലവേദനയായി ആളും ഒരു മൂലയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പോയിക്കോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. അങ്ങനെ ആൾ കുറേ വീഡിയോസൊക്കെ എടുത്ത് തന്നതുകൊണ്ട് എനിക്കിതൊക്കെ ഇപ്പോൾ ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എന്ത് ചെയ്ത് തന്നെ വീഡിയോ ഇടാൻ പറ്റത്തില്ലായിരുന്നു എനിക്ക്. കാര്യം അവിടെ നമുക്ക് പോസിബിൾ അല്ല, ഒരു സെൽഫി സ്റ്റിക്കൊക്കെ കൊണ്ടുവച്ചിട്ട് വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമൊന്നും അല്ല. അത്രയും തിരക്കാണ്. ജഗതി ജംഗ്ഷൻ എന്നൊക്കെ പറയുമ്പം രാവിലെ വർക്കിംഗ് ഡേയ്സൊക്കെ ആണെങ്കിൽ പറയണ്ട.
നല്ല ബ്ലോക്ക് കിട്ടുന്നൊരു ഏരിയയാണ്, സിറ്റിക്കകത്തുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്കാണ് അവിടെ. അപ്പോൾ ആ ഒരു ഏരിയയിലാണ് നമ്മൾ അടുപ്പ് എടുത്തിരിക്കുന്നത്. അപ്പം അവിടെ എന്തായാലും നമുക്ക് രാവിലെ പിന്നെ ഈ തിരക്കിൻ്റെ ഇടയിൽ സെൽഫി സ്റ്റിക്കൊക്കെ വെച്ച് വീഡിയോ എടുക്കലൊന്നും നടക്കില്ല. പിന്നെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ പോലും നമ്മൾ ഇതിൻ്റെ ഒരു ടെൻഷൻ ഇത് ഈ പൊങ്കാലിടുന്ന ഒരു സമയത്ത് നമ്മളിതൊന്നും ശ്രദ്ധിക്കത്തില്ലല്ലോ, എന്തൊക്കെയാണ് നടക്കണേന്ന്, ചുറ്റും നടക്കണേന്നൊന്നും അറിയത്തില്ല. അതൊക്കെ നോക്കിയിരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ നമ്മൾ അത്രയും കെയർഫുള്ളായിട്ടൊക്കെ ഇരിക്കണം. ഞാൻ വിചാരിക്കും റിസ്ക് എടുക്കണ്ട, നമ്മൾ വന്ന കാര്യം ചെയ്തിട്ട് പോകാം എന്നങ്ങ് വിചാരിക്കും. അപ്പോൾ അതാണ് എൻ്റെ ഒരു സ്വഭാവം, അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടനെ വിളിച്ചിട്ട് വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞു. അങ്ങനെ ചേട്ടൻ എടുത്ത് തന്ന വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ. ചിലതിനൊന്നും വാലും തുമ്പൊന്നും ഇല്ല, എന്നാലും ഞാനിന്ന് 2 വഴക്കൊക്കെ കൊടുത്ത് ശരിയാക്കിയിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം വീഡിയോ എടുക്കുമ്പോൾ എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം ഞാൻ ഈ വീഡിയോസ് കാണുമ്പോഴാണല്ലോ എനിക്ക് എവിടേക്കാണ് പ്രശ്നം നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മുടെ അടുപ്പിൽ തീ കത്തിച്ച് തുടങ്ങി കേട്ടോ. കറക്റ്റ് 10:15 തന്നെ അനൗൺസ്മെൻറ്റ് ചെയ്തു. അപ്പോൾ തന്നെ അടുപ്പിൽ തീ കത്തിച്ചു. പിന്നെ നമുക്കിനി 1:15 നിവേദ്യം വരുന്നത്. അതിന് മുമ്പിട്ട് നമ്മുടെ എല്ലാം പൊങ്കാല ഇട്ട് കഴിഞ്ഞതിന് ശേഷം അടുത്ത ബാക്കിയുള്ള കലങ്ങളിൽ പൊങ്കാല ഇടണം. അപ്പോൾ ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു അവരെ. കാര്യം ഇത്രയും അടുപ്പുകൾ നമുക്കൊരു 6-7 അടുപ്പുകൾ ഉണ്ടായിരുന്നുള്ളൂ. അത്രയും അടുപ്പുകളാകുമ്പം നമുക്ക് ഇത്രയും പൊങ്കാല പെട്ടെന്നിട്ട് കഴിയില്ല. സമയം കൂടെ കുറവായതുകൊണ്ട് പെട്ടെന്നിട്ട് കഴിയില്ല. അപ്പം എല്ലാവരുടെയും അടുപ്പിൽ നമ്മൾ ഓരോ കലം വെച്ചാൽ മാത്രമേ സമയത്ത് തീരുള്ളൂ. അപ്പം അങ്ങനെ അടുപ്പ് കത്തിച്ചു. പൊങ്കാല പിന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ എനിക്കൊരു നല്ല പണി കിട്ടിയതെന്ന് വെച്ചാൽ നമുക്ക് അതിനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല. കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുക്കാനുള്ള ഗ്യാപ്പൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. രാവിലെ 10:15 തുടങ്ങിയ പരിപാടി നമ്മൾ 1:15 വരെ 1:10 വരെയും നമ്മൾ അടുപ്പ് കത്തിച്ച് പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഇത്രയും കാലങ്ങളിൽ അത് തീരണമല്ലോ ആ സമയത്തിന് മുന്നേ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഒട്ടും റെസ്റ്റ് ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ ഒന്ന് മാറിയിരിക്കാനോ ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഈ മൈഗ്രെയിൻ്റെ പ്രശ്നങ്ങളും BP ലോ ഒക്കെ ആവുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ഒത്തിരി സമയം അങ്ങനെ സ്ട്രെയിൻ ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിലാണ്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യുമ്പം നമ്മൾ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ഫുഡ് കഴിക്കണം, വെള്ളം കുടിക്കണം എന്നൊന്നും വാശി പിടിച്ചിട്ട് കാര്യമില്ല. എനിക്കാണെങ്കിൽ BP ലോയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ഫുഡ് ടൈമിൽ എടുക്കേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ അത് നടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഇന്നത്തെ ദിവസം അത് നല്ലോണം എന്നെ എഫക്റ്റ് ചെയ്തു. നല്ല ബാക്ക് പെയിൻ ആയി അതുണ്ടായിരുന്നു. പിന്നെ മൈഗ്രെയിൻ്റെ ഇഷ്യൂസ് വന്നു. തലയൊക്കെ ഇങ്ങനെ പൊളിയണ പോലെ ആയിരുന്നു എനിക്ക് തോന്നിയിട്ടുള്ളത്. എങ്ങനെയെങ്കിലും കഴിഞ്ഞിട്ട് വീട്ടിൽ പോകണം എന്നൊക്കെ ആയിരുന്നു ആ സമയത്തുള്ള ചിന്ത. പക്ഷേ നമ്മൾ ആ ഒരു സമയത്ത് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇതൊന്നും നമ്മൾ ചിന്തിക്കത്തില്ല. അതങ്ങ് ആ ഒരു പ്രോസസ്സ് അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ചിന്തിക്കില്ല. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ടാകുന്നൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അയ്യോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഞാനിന്നത് ശരിക്കും അനുഭവിച്ചു. അപ്പോൾ അവിടെ പൊങ്കാല അരി ഇടുകയാണ് കേട്ടോ. അരി അങ്ങനെ നമ്മൾ 3 വട്ടം കൈ എടുത്തിട്ട് ഇങ്ങനെ ഇടണം. അതിനുശേഷം ബാക്കിയുള്ള അരി ഇട്ടാൽ മതി. അങ്ങനെയാണ് പൊതുവേ എല്ലാവരും ചെയ്ത് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഞാനും അതുപോലെ ചെയ്തു. പിന്നെ അവിടെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് കുറച്ച് തണലുണ്ട് കേട്ടോ. ഒരു ആലിൻ്റെ ചുവട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു ചൂടായിട്ട് എനിക്ക് തോന്നിയില്ല. വെയിലുണ്ടായിരുന്നു. തറയിൽ ചവിട്ടുമ്പോഴൊക്കെ നമ്മൾ ചെരുപ്പിടാണ്ടല്ലേ നിൽക്കണേ. അപ്പം നല്ല ചൂട് തറയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ നമുക്ക് അത്ര വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല. ആ ഒരു സമയത്ത് തീയിന്ന് വരുന്ന അടുപ്പിൽ നിന്ന് വരുന്ന തീയുടെ അത്രയും പ്രശ്നമില്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വലിയൊരു ഇഷ്യൂ ആയിട്ടൊന്നും തോന്നിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ നമ്മൾ ആ ഒരു സമയത്ത് ആസ്വദിച്ചങ്ങ് ചെയ്യും. അത് മാത്രമുള്ള നമ്മുടെ ശ്രദ്ധയും കോൺസെൻട്രേഷനും എല്ലാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കുറേ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പം ഞാൻ ശരിക്കും കിടന്നുപോയി എന്ന് തന്നെ പറയാം. ഞാൻ വന്നിട്ട് വീട്ടിലെത്തിയിട്ടാണെങ്കിൽ എനിക്ക് ബോധം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല. അന്നൊരവസ്ഥയായിരുന്നു. വന്നിട്ട് കിടന്നത് മാത്രം ഓർമ്മയുണ്ട്. ഞാൻ പിന്നെ ഒത്തിരി ലേറ്റായിട്ട് എണീറ്റത് തന്നെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കിടന്നതുകൊണ്ടും പിന്നെ 1-2 ടാബ്ലറ്റൊക്കെ കഴിച്ചിട്ട് കിടന്നതുകൊണ്ടും ഓക്കെ ആയി. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥ വന്നേനെ. അത്രയ്ക്ക് ബുദ്ധിമുട്ടായിപ്പോയി. ഇത്രയും നമ്മൾ സ്ട്രെയിൻ ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. അത് സ്ട്രെയിനായിട്ട് പറയുമല്ല, എങ്കിലും നമ്മളങ്ങനെ ചെയ്യാത്ത കാര്യം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ പറഞ്ഞതേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. അപ്പം ഞാനായിട്ടിട്ട പൊങ്കാലയല്ല, നമ്മൾ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളും കൂടെ ചെയ്ത് കൊടുത്തതാണ്, അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ പൊങ്കാല തിളച്ച് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പൊങ്ങാറാകുമ്പോഴത്തേക്ക് ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറയും, ചേട്ടാ വീഡിയോ എടുത്ത് കേട്ടാൽ ഇപ്പോൾ പൊങ്ങി വരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കാര്യം ചേട്ടൻ എങ്ങോട്ടെങ്കിലും വായി നോക്കി നിൽക്കുമ്പോഴായിരിക്കും ഇത് പൊങ്ങി താഴെ പോണത്. അപ്പോൾ ആ സമയത്ത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.
അങ്ങനെ. പക്ഷേ എനിക്ക് ഒരുപാട് അങ്ങനെ തിളച്ച് തൂകി വീണതൊന്നുമില്ല കേട്ടോ. ഒരു ജസ്റ്റ് ഒരു സൈഡിൽ കൂടെ കുറച്ച് അങ്ങനെ പോയിട്ടുണ്ട്, അങ്ങനെ തിളച്ച് തുളുമ്പി അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരുപാട് എനിക്ക് തോന്നുന്നു ഞാൻ വെള്ളം വെച്ചത് കുറവായി പോയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ വന്നിട്ടുണ്ടാവുക എന്ന് തോന്നുന്നു. ഒരുപാട് പേർക്ക് അങ്ങനെ എൻ്റെ അടുത്തൊക്കെ നിന്നവർക്കൊന്നും അങ്ങനെ തിളച്ച് തൂകിയിട്ടുണ്ടായിരുന്നില്ല. കാര്യം എല്ലാവരും വെള്ളം കുറവാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പേഴ്സണലി എനിക്കങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ അങ്ങനെ പൊങ്കാലയൊക്കെ കഴിഞ്ഞു. ഞാൻ ഇത്രയും വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതിലപ്പുറത്തേക്ക് ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല. കാര്യം ഇതിലപ്പുറത്തേക്ക് എനിക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഞാൻ വേറെ കാര്യങ്ങൾ എൻഗേജ്ഡ് ആയിരുന്നു. ചേട്ടനും തിരിച്ച് പോയിട്ടുണ്ടായിരുന്നു. കാര്യം ഒരുപാട് ചൂടത്ത് നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇതിൽ കൂടുതൽ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല. കാര്യം വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കി കാര്യങ്ങൾ നടക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് നിന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ പൊങ്കാല വിശേഷങ്ങൾ. പൊങ്കാല ഇട്ടു, എല്ലാം വളരെ സന്തോഷമായിട്ട് വളരെ നല്ല രീതിക്ക് മഴയൊന്നും പെയ്യാണ്ട് എല്ലാം നന്നായിട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഇത് മോളെയും കൊണ്ട് ഇടണം എന്ന് വിചാരിച്ച പൊങ്കാലയാണ്. പക്ഷേ മോൾക്കൊരു സൗകര്യം ഉള്ളതുകൊണ്ട് മോളെയും കൊണ്ട് ഇടാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ പോയി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ബാക്കി തിരിച്ച് വീട്ടിൽ പോയപ്പോഴൊക്കെ കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും പെട്ടെന്ന് എത്തി വീട്ടിൽ. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. അപ്പം വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യണം, എല്ലാവരുടെയും കമൻറ്റ് വേണം. പിന്നെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റിയാൽ എല്ലാവർക്കും ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.